KTU 2019 സ്കീം ഫസ്റ്റ് ഇയർ ബേസിക് സിവിലിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ തിയറിയാണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് സർവേ. സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു. നമുക്കൊരു പോയിൻ്റ് എടുത്താൽ ആ പോയിൻ്റ് ഗ്രൗണ്ടിൻ്റെ മേലെയാണോ താഴെയാണോ, അങ്ങനെയാണെങ്കിൽ എത്ര മീറ്റർ മേലെ എത്ര മീറ്റർ താഴെ എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ സർവേയിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സർവേയിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു ഏരിയയുടെ മാപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നാവിഗേഷൻ ചാർട്ട്, ഇപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ വഴി അറിയണമല്ലോ, അപ്പോൾ അതിൻ്റെ നാവിഗേഷൻ ചാർട്ടിനാവും, അതല്ലെങ്കിൽ അസ്ട്രോണമിക്കൽ ചാർട്ടിനാവും, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനി സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്, അതായത് നമ്മളതിനെ മൊത്തമായിട്ട് എടുത്തിട്ട് മൊത്തമായിട്ട് വരുന്ന പോർഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ഓരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തിട്ട് സർവേ ചെയ്യുന്ന മെത്തേഡ്. അതായത് നമ്മൾ ബൗണ്ടറി പോർഷൻ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യും. അപ്പോൾ ഫുള്ളായിട്ട് എടുത്തിട്ട് പിന്നെ അതിൽ നമ്മളൊരു ട്രയാങ്കിൾസ് ആയിട്ടോ അങ്ങനെ ഇഷ്ടമുള്ള ജോമെട്രിക് ഫിഗറായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പോർഷൻസായിട്ട് ചെയ്ത് ഓരോന്നിൻ്റെയും ഏരിയ അല്ലെങ്കിൽ എന്താണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിച്ചിട്ട് സം ചെയ്ത് ടോട്ടലായിട്ട് എടുക്കുന്ന മെത്തേഡ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ടു ലൊക്കേറ്റ് എ ന്യൂ സ്റ്റേഷൻ ബൈ അറ്റ്ലീസ്റ്റ് 2 മെഷർമെൻറ്റ് ഫ്രം എ ഫിക്സഡ് റെഫറൻസ് പോയിൻറ്റ്. അപ്പം നമ്മൾ ആദ്യമേ ഒരു റെഫറൻസ് പോയിൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ പോയിൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത പോയിൻറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് മെഷർമെൻറ്റ്സ് വെച്ചിട്ട് വേണം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ലീനിയർ മെഷർമെൻറ്റും എടുക്കാം, ആംഗുലാർ മെഷർമെൻറ്റും എടുക്കാം. അതായത് ഒന്നെങ്കിൽ നമുക്ക് 2 or 3 ലീനിയർ മെഷർമെൻറ്റ്സ് എടുക്കാം, അതല്ലെങ്കിൽ ഒരു ലീനിയർ മെഷർമെൻറ്റും 2 ആംഗുലാർ മെഷർമെൻറ്റും ഒക്കെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഏരിയാസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത ടോപ്പിക്കാണ് ബ്രിക്സ്. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ബിൽഡിംഗ് മെറ്റീരിയലാണ്. ലൈറ്റാണ്, അത് ഈസിലി അവൈലബിൾ ആണ്, യൂണിഫോം സൈസും ഷേപ്പും ഒക്കെയാണ് അതിൻ്റെത്. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്നത് ഷേപ്പ് നമുക്കറിയാം ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള റെക്റ്റാങ്കുലർ ഷേപ്പാണ്, സർഫസ് റെഗുലർ ആൻഡ് ഈവൻ ആണ്. അതിൻ്റെ സൈസ് നമ്മൾ കോമൺലി ഇന്ത്യയിൽ കൊടുക്കുമ്പോൾ മോട്ടാർ ഇല്ലാണ്ടാണെങ്കിൽ 19/9/9, മോട്ടാർ ഉപയോഗിക്കുമ്പോൾ 20/10/10 നമ്മളിപ്പോൾ 1 മീറ്റർ ക്യൂബുള്ളൊരു ബ്രിക്ക് മേസൻ്റെ എടുക്കുകയാണെങ്കിൽ അതിൽ അപ്രോക്സിമേറ്റ് 500 ബ്രിക്ക് വരെ വെക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ ഒരു കണക്ക് പറയുന്നത്. ദെൻ കളർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇഷ്ടികയ്ക്ക് ഒരു ക്ലാസി റെഡ് കളറാണ്. പിന്നെ അത് ഡീപ്പ് റെഡ് തൊട്ട് ലൈറ്റ് റെഡ് വരെ വേരി ചെയ്യും, ചിലപ്പോൾ പേർപ്പിൾ വരെ ആവും. അത് നമ്മൾ എന്തോരം അത് ബേൺ ചെയ്യുന്നുണ്ട്, നമുക്ക് ചൂളയിലിട്ടിട്ട് ഇത് ചൂടാക്കിയിട്ടാണല്ലോ ഇഷ്ടിക ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എന്തോരം നമ്മൾ ടെമ്പറേച്ചർ അതിൽ കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ബേസിസിലായിരിക്കും അതിൻ്റെ കളർ വരുന്നത്. ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് വന്നാൽ അതിൻ്റെ അർത്ഥം അത് ഓവർ ബേൺഡ് ആയി പോയി ആ ബ്രിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. അടുത്ത ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വോളിയത്തിലുള്ള വെയിറ്റ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എന്ത് ടൈപ്പ് ക്ലേ ആണ് യൂസ് ചെയ്തത് ഈ ബ്രിക്ക് ഉണ്ടാക്കാൻ എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ അത് മോൾഡിങ്ങിന് നമ്മൾ എന്ത് മെത്തേഡ് എടുത്തതെന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 1600 കിലോഗ്രാം മീറ്റർ ക്യൂബ് ടു 1900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ഇനി നമ്മൾ അതിൻ്റെ സ്ട്രെങ്തിനെ പറ്റിയിട്ടാണെങ്കിൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിനകത്ത് വരുന്നതാണ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലേയുടെ കമ്പോസിഷനും അതുപോലെ അത് എന്തോരം ബേൺ ചെയ്തു എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. അത് വേരി ചെയ്യുന്നത് 35 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ടു 200 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ വരെ വരും. ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ആണെങ്കിൽ കോമൺ ബ്രിക്കിന് 10 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിനേക്കാളും ചെറുതായിരിക്കണം. ഫോർ ബെസ്റ്റ് ഗ്രേഡ് ബ്രിക്കിന് അത് ഗ്രേറ്റർ ദാൻ 20 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം. ഇനി അതിൻ്റെ തെർമൽ പ്രോപ്പർട്ടീസ് പറയുന്ന അഡീക്വേറ്റ് ആയിട്ടുള്ള ഇൻസുലേഷൻ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. എഫ്ലോറസൻസ് എപ്പോഴും മിനിമം ആയിരിക്കണം. ടൈപ്സ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് സൺഡ്രൈഡ് ബ്രിക്ക് അല്ലെങ്കിൽ അൺബേൺഡ് ക്ലേ ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ സാധാ വെയിലത്ത് വെച്ച് ഉണക്കില്ലേ, അങ്ങനത്തെ ബ്രിക്കാണ് സൺഡ്രൈഡ് ബ്രിക്ക്. ബേൺഡ് ക്ലേ ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയിട്ടുള്ള ബ്രിക്കാണ്, അതിനകത്തും കുറച്ച് ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് ഉണ്ടാവും. അപ്പോൾ നമ്മളത് ചൂളയിലൊക്കെ വെച്ചിട്ടായിരിക്കും ഉണക്കിയെടുക്കുക. ഇനി ഈ ബ്രിക്സ് 4 ടൈപ്പാണ് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീനിൽ വെച്ച് മോൾഡ് ചെയ്തെടുക്കുന്ന, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എഡ്ജസ് എല്ലാം വളരെ ഷാർപ്പായിരിക്കും, പ്രോപ്പർ റെക്റ്റാങ്കുലർ ഷേപ്പായിരിക്കും, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എഡ്ജസാണ്, ക്ലീൻ ആണ്, ഈവൻ സർഫസ് ആയിരിക്കും, ക്രാക്കുകളൊന്നും ഉണ്ടാവില്ല, നല്ല സ്ട്രെങ്ത് ഉണ്ടാവും, വാട്ടർ അബ്സോർപ്ഷൻ കുറവായിരിക്കും. ദെൻ
സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ഗ്രൗണ്ടിൽ വെച്ചിട്ട് മോൾഡ് ചെയ്തെടുക്കുന്ന. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പിന് ഇച്ചിരി ഇറഗുലർ ആയിരിക്കും. ക്ലീൻ സർഫസ് ഒക്കെ തന്നെയാണ്, ക്രാക്കുകൾ ഉണ്ടാവില്ല. ക്രഷിംഗ് സ്ട്രെങ്ത് പക്ഷേ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിനേക്കാളും ചെറുതായിരിക്കും. അതുപോലെ വാട്ടർ അബ്സോർപ്ഷൻ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിനേക്കാളും കൂടുതലുണ്ട്. തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നോൺ യൂണിഫോം ആയിട്ടുള്ളതാണ്, സ്ലൈറ്റ്ലി ഓവർ ബേൺഡ് ആണ്. വാട്ടർ അബ്സോർപ്ഷൻ അപ്രോക്സിമേറ്റ്ലി 24% ഉണ്ട്. ഫോർത്ത് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഓവർ ബേൺഡ് ആയിട്ടുള്ള ബ്രിക്കാണ്, ഇറഗുലർ ഷേപ്പൊക്കെയാണ് അതിന് വരുന്നത്. വേറൊരു ടൈപ്പ് ബ്രിക്കാണ് ഫ്ലൈ ആഷ് ബ്രിക്ക്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈ ആഷും വാട്ടറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. പ്രോപ്പർട്ടീസ് ബെറ്റർ പ്രോപ്പർട്ടീസാണ്, ഹൈ ഫയർ ഇൻസുലേഷനാണ്, സ്ട്രെങ്ത്ത്, ലോ വാട്ടർ പെനിട്രേഷനൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. കോൺക്രീറ്റ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് വെച്ചുണ്ടാക്കുന്ന ബ്രിക്കാണ്. അത് നമുക്ക് സൈറ്റിൽ മാനുഫാക്ചർ ചെയ്തെടുക്കാം. കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് മോർട്ടാറേ അതിന് ആവശ്യം വരുന്നുള്ളൂ. മേസൺറിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഫ്രെയിംഡ് ബിൽഡിംഗ് പണിയുമ്പോഴൊക്കെ നമുക്ക് ആ ടൈപ്പ് ബ്രിക്കുകൾ യൂസ് ചെയ്യാവുന്നതാണ്. എഞ്ചിനീയറിംഗ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള ബ്രിക്കാണ്. അതിന് ഹൈ സ്ട്രെങ്ത് ആയിരിക്കും, ഫ്രോസ് റെസിസ്റ്റൻസ്, ആസിഡ് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. ദെൻ സാൻഡ് ലൈം ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡ് ലൈം വെച്ചിട്ടുണ്ടാക്കുന്ന ബ്രിക്കാണ് സാൻഡ് ലൈം ബ്രിക്ക് എന്ന് പറയുന്നത്. ദെൻ അത് നമുക്ക് ഓർണമെൻ്റൽ വർക്ക്സ്, അതായത് കൊത്തുപണികളൊക്കെ ചെയ്യില്ല, അലങ്കാര പണികളൊക്കെ, അങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. ഈ ബ്രിക്കിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം. നമ്മൾ കോമൺലി എവിടെ യൂസ് ചെയ്യുക, വാള്, ഫ്ലോറ്, ആർച്ച്, റീറ്റെയിലിംഗ് വാള്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഫർണസുകളിലൊക്കെ ഓവൻ്റെ ഇതിനകത്തൊക്കെ ഫർണസിൽ ലൈനിങ് ആയിട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ ഈ സ്റ്റീൽ കോളമൊക്കെ കൊടുക്കുമ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ പോലെ, അതായത് ഇത് ഫയറിൽ നിന്ന് പ്രൊട്ടക്ഷൻ പോലെ നമ്മൾ ഒരു ലെയർ ബ്രിക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അഗ്രിഗേറ്റ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം, ഫുഡ് പാത്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗുഡ് ബ്രിക്കിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് നമുക്കറിയാം, പ്രോപ്പറായിട്ട് ബേൺ ചെയ്തിട്ടുണ്ടാവണം. ഓവർ ബേൺഡ് ആവാനും പാടില്ല, അണ്ടർ ബേൺഡ് ആവാനും പാടില്ല. അതുപോലെ തന്നെ കളറെല്ലാം കറക്റ്റ് ആയിരിക്കണം, ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ആയിരിക്കണം, സ്റ്റാൻഡേർഡ് സൈസ് ആൻഡ് ഷേപ്പ് ഉണ്ടാവണം. അത് തമ്മിൽ നമ്മളൊന്ന് കൂട്ടിമുട്ടുകയാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു റിങ്ങിങ് സൗണ്ട് കേൾക്കണം. അത് നമ്മൾ ബ്രോക്കൺ ചെയ്യുകയാണ്, അതിനൊന്ന് പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഈവൻ സർഫസ് നമുക്ക് കിട്ടണം. വാട്ടർ അബ്സോർപ്ഷൻ 20%-നേക്കാളും കൂടാൻ പാടില്ല ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്. സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ 22%-നേക്കാളും കൂടാൻ പാടില്ല. സഫീഷ്യൻ്റ്ലി ഹാർഡ് ആവണം. ഇപ്പം നമ്മൾ 1 മീറ്റർ മേലെ നിന്നിട്ടാലും അത് പൊട്ടിപ്പോകാൻ പാടില്ല. തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവണം, സൗണ്ട് പ്രൂഫ് ആയിരിക്കണം, അങ്ങനെയൊക്കെ.